എല്ലാവർക്കും വേണ്ട ഒരു സംഗതി അല്ല ആക്ച്വലി ഇൻഷുറൻസ്. നമസ്കാരം, എൻ്റെ പേര് ഐസക് എന്നാണ്. എറണാകുളം ജില്ലയിലെ അങ്കമാലി എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ താമസം വരുന്നത്. ഞാനൊരു സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ ആൻഡ് ഇൻഷുറൻസ് അഡ്വൈസറാണ്. എൻ്റെ ജോബ് പ്രൊഫൈലിൽ മെയിലിൽ വരുന്നത് ഒരു വ്യക്തിയുടെ ഫിനാൻഷ്യൽസ് മനസ്സിലാക്കിയിട്ട് അവരുടെ ഫിനാൻഷ്യൽസ് അതുപോലെ തന്നെ വെൽത്ത് സേവ് ചെയ്യാനും ഗ്രോ ചെയ്യാനും ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ ടൂൾസ് അവർക്ക് അഡ്വൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ മേജറായിട്ടുള്ള ടൂൾസാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള ചെറിയൊരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പലരും ചിന്തിക്കാറുണ്ട് ഇൻഷുറൻസ് എന്ന് പറയുന്ന സംഗതി എനിക്ക് ഓരോ വ്യക്തിക്ക് വ്യക്തിപരമായിട്ട് ആവശ്യമുള്ള ഒരു സംഗതിയാണോ എന്നുള്ളത്. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ എല്ലാവർക്കും വേണ്ട ഒരു സംഗതി അല്ല ആക്ച്വലി ഇൻഷുറൻസ്. അല്ലെങ്കിൽ ഞാൻ ആ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ ഒന്ന് റീഫ്രെയിം ചെയ്യാം. ആർക്കൊക്കെയാണ് ഒരു ഇൻഷുറൻസിന്റെ ആവശ്യമുള്ളത്? ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഫിനാൻഷ്യൽസിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ടൂളാണ്. ഈ ടൂൾ ആവശ്യമായിട്ടുള്ള ആൾക്കാർക്ക് ആരൊക്കെയാണ്? ഞാൻ ഏൺ ചെയ്യുന്ന മണി അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള വെൽത്തിനെ സീരിയസ് ആയിട്ട് കാണുന്ന വ്യക്തികൾ, എനിക്ക് ഫ്യൂച്ചർ ഗ്രോത്ത് വേണമെന്ന് ചിന്തിക്കുന്ന വ്യക്തികൾ, ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള എൻ്റെ സമ്പാദ്യത്തെ സേവ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ, ഇങ്ങനെയുള്ള വ്യക്തികൾ മാത്രമേ ആക്ച്വലി ഇൻഷുറൻസ് എടുത്തതുകൊണ്ട് കാര്യമുള്ളൂ. ഇത് ഞാൻ ആരും ഹേർട്ട് ചെയ്യാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമല്ല. ഇന്ന് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ സൊസൈറ്റിയിൽ കാണുന്ന ഒരു പ്രവണത എന്താണെന്ന് അറിയോ? എനിക്ക് ആവശ്യമുണ്ടായിട്ടല്ല ഞാൻ ഇൻഷുറൻസ് വാങ്ങിക്കുന്നത്. അത് എൻ്റെ ഇൻഷുറൻസ് എന്ന് പറയുന്നത് വേറൊരാളുടെ ആവശ്യമാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു ഓൺലൈൻ സൈറ്റിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ തിരുതിരാന്ന് വിളിക്കും. ഇവരുടെ കോളിൻ്റെ ശല്യം സഹിക്കാൻ വയ്യാതെ നമ്മളൊരു ഇൻഷുറൻസ് എടുക്കുന്ന ആളുകൾ പലരുണ്ട്. ഇനി നമ്മുടെ ഫ്രണ്ട്സ് ഓർ ഫാമിലി സർക്കിളിൽ ഒരു ഇൻഷുറൻസ് ഏജന്റ് എന്നുള്ള രീതിയിൽ ജോലി നോക്കുന്ന ആളുടെ അവരെ കുറേ നാൾ പറഞ്ഞിട്ട് അവരെ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്ന വ്യക്തികൾ. നമുക്ക് താല്പര്യമില്ലെങ്കിൽ കൂടി നമ്മുടെ ആവശ്യം മുതലെടുത്തുകൊണ്ട് നമുക്ക് ഇൻഷുറൻസ് സെല്ല് ചെയ്യുന്ന ആൾക്കാർ ചില ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ ഒരു ലോണിനൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അവർ ഫസ്റ്റ് പറയുന്ന സാറേ ലോണിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു ഇൻഷുറൻസും കൂടി സാറിന് എടുക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, മറ്റുള്ളവരുടെ ആവശ്യപ്രകാരമാണ് ഇന്ന് പല ആളുകളും ഇൻഷുറൻസുകൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പർച്ചേസ് ചെയ്യുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നല്ലതാണ് അത് ഞാൻ പറയും. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഇൻഷുറൻസ് കവറേജ് കിട്ടിയല്ലോ. ഇവിടെ സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്താണെന്നറിയോ? മിസ് സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റോട് വർക്കൗട്ട് ആവും. മിസ് സെല്ലിംഗ്. കാരണം ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ആവശ്യമുള്ളത് എന്തോ അതായിരിക്കില്ല ഞാൻ അവിടെ പർച്ചേസ് ചെയ്യുന്നത്. നിങ്ങളുടെ ആവശ്യം മനസ്സിലാക്കിയിട്ട് നിങ്ങളത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ എങ്കിലേ ആ ഒരു പ്രൊഡക്റ്റിനെ സംബന്ധിച്ച് ഇപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോലെ തന്നെ ആ ഒരു ഇൻഷുറൻസ് എന്ന് പറഞ്ഞ ഒരു സർവീസ് ഓറിയന്റഡ് പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു പേഴ്സണൽ ബെനിഫിറ്റ് ഉണ്ടായി. അൺഫോർച്ചുനേറ്റ്ലി പല ആളുകളും ഒരു എമർജൻസി സിറ്റുവേഷൻ ഹാപ്പനിങ് നടന്നതിന് ശേഷമായിരിക്കാം ഈ ഒരു പ്രോബ്ലം അവരുടെ കയ്യിലുള്ള പ്രൊഡക്റ്റ് അവർക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കവറേജ് അല്ല, അല്ലെങ്കിൽ അവർ ഉദ്ദേശിച്ച പോലുള്ള ഒരു ഇൻഷുറൻസ് അല്ല എന്ന് തിരിച്ചറിയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഒരിക്കലും നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ എയ്തർ ഒരു നല്ലൊരു കൺസൾട്ടന്റിനെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കേസ്, ഇൻഷുറൻസ് എന്ന് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ പ്രൊഡക്റ്റ് ആണ്. നിങ്ങൾ നല്ലൊരു എഫിഷ്യന്റ് ആയിട്ട് സെൽഫായിട്ട് സർവീസ് എടുക്കാൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൺലൈൻ ത്രൂ പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള സർവീസ് കൺസൾട്ടന്റിനെ നിങ്ങൾ സമീപിക്കുക. അപ്പോൾ നിങ്ങളുടെ ഫിനാൻഷ്യൽസ് വെച്ചിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് സജസ്റ്റ് ചെയ്യാൻ ഒരു പക്ഷേ നമ്മളെപ്പോലുള്ള വ്യക്തികൾക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1-to-1 ഡിസ്കഷനിലൂടെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ, അതിന്റെ എല്ലാ ലൂപ്പ് ഹോൾസുകളും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഒരു പക്ഷേ അത് ഹെൽപ്പ് ചെയ്യുമായിരിക്കും. ഞാൻ ഒരു പേഴ്സണൽ റിക്വസ്റ്റ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരിക്കലും മറ്റൊരാളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കാതിരിക്കാം. കാരണം അങ്ങനെ വാങ്ങിക്കുന്ന ഏതൊരു സാധനവും അത് 100% വേസ്റ്റ് ഓഫ് മണി ആയിരിക്കും. അറ്റ്ലീസ്റ്റ് നിങ്ങൾ വാങ്ങിച്ചിട്ടുള്ള പ്രോഡക്റ്റ് അതിന്റെ സർവീസസ് എന്തൊക്കെയാണ് എന്നുള്ളതെങ്കിലും നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മൾ ചെയ്യുന്ന ഒരു സിമ്പിൾ മിസ്റ്റേക്ക് മതി നമ്മുടെ വെൽത്തിന്റെ നല്ലൊരു പോർഷനും നമ്മൾ വാഷ് ഔട്ട് ചെയ്ത് പോകാൻ. കാരണം ഇപ്പോഴത്തെ ഹോസ്പിറ്റൽ ബിൽസ് പ്രത്യേകിച്ച് അങ്ങനെയാണ് വരുന്നത്. ഞാൻ പല ആളുകളുടെ ലൈഫിൽ കണ്ടിട്ടുള്ള ട്രാജഡി, അവർ നല്ലൊരു കാലയളവിൽ ഉണ്ടാക്കിയ പൈസ മൊത്തം ഒരൊറ്റ ബില്ല് കൊണ്ട് വാഷ് ഔട്ടായി പോകുന്ന സിറ്റുവേഷൻസ് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കറന്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ആക്ച്വലി ഇൻഷുറൻസ് ഈസ് എ മസ്റ്റ്. പക്ഷേ എന്ന് വെച്ചിട്ട് അത് നിങ്ങളെ കെട്ടിയേൽപ്പിച്ച് നിങ്ങളുടെ തല കെട്ടിവെക്കേണ്ട ഒരു സംഗതിയല്ല. നിങ്ങളുടെ പേഴ്സണൽ ഫിനാൻഷ്യൽസ് കറക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ എന്നെ ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.